ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ കുട്ടിക്ക് പാമ്പ് കടി ഏൽക്കുന്നത്. ഇന്നലെയായിരുന്നു ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം. ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടയ്ക്കാണ് പെൺകുട്ടിയുടെ വലത് കാലിൽ പാമ്പ് കടിക്കുന്നത്. റിങ്കറ്റ് എന്ന ഇനം പാമ്പാണ് കടിച്ചിട്ടുള്ളത്. എന്തായാലും വിഷമില്ലാത്ത പാമ്പാണ്. ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ കുഴപ്പമില്ലാതെ തന്നെ മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. വലിയ ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിരന്തരം ഈ കാട് മൂടിയ അവസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പാമ്പ് കടി ഏൽക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ് നാട്ടുകാർ നമ്മോട് പ്രതികരിച്ചത്. പറ്റാത്തത് പിന്നെ ഇവിടെ കാട് പറിച്ചിടില്ല, പൈസ ചിലവാക്കി കാട് പറിച്ചില്ല, വല്ലപ്പോഴെങ്കിൽ തൊഴിലുറപ്പാറിൽ വിട്ട് പറപ്പിക്കും. അത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. ഇതടക്കുന്ന വസ്തു അവർക്കുള്ളതാണ്, ഇതെല്ലാം അവർക്കുള്ളതാണ്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ള ഈ ഊറിനകാറുമില്ല അങ്ങകത്ത്. കഴിഞ്ഞ കൊല്ലം തൊഴിലുറപ്പുകാരൊക്കെ ഇടയ്ക്കൊക്കെ ഒക്കെ ചെയ്യുമായിരുന്നു. മാനേജ്മെൻ്റ് അല്ലേ, അവർ പിന്നെ ഒന്നും ചെയ്യാറില്ല. പിള്ളേരും കുറവ്, അവർക്ക് ഡൊണേഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത് എല്ലാം നിയമനം നടക്കുമ്പോഴാണല്ലോ. അപ്പം പിള്ളേരുണ്ടെങ്കിൽ നിയമനം ഉണ്ടാവും, പിന്നെ അവർക്ക് എന്താ കിഴങ്ങ കിട്ടുന്നത്. ഇവിടെ 60-70 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 5, 6, 7 ക്ലാസ്സുകളാണ് പ്രവർത്തിച്ച് വരികയും ചെയ്യുന്നത്. ഇന്നലെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ നേഹ പങ്കെടുത്തിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ കാലിൽ മുള്ളുകൊള്ളുന്ന ഒരു അനുഭവം കുട്ടിക്കുണ്ടായത്. മുള്ളുകൊള്ളുന്ന തരത്തിൽ വേദന അനുഭവപ്പെട്ടത്. തുടർന്നാണ് നടത്തിയ പരിശോധനയാണ് പാമ്പ് കടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. പിന്നീട് അധ്യാപകരെത്തി പാമ്പിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു. പിന്നീട് ജനറൽ ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഈ മാനേജ്മെൻറ്റ് പറയുന്നത് ഇവിടം കൃത്യമായി വൃത്തിയാക്കുന്നതാണ്, മഴക്കാലത്തോടനുബന്ധിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നടത്തുന്നതാണ്. പിന്നീട് വളർന്നു വന്ന കാടും പടലവുമാണെന്നുള്ളതാണ് അവരറിയിക്കുന്നത്. ഉടൻ തന്നെ ഇത് ക്ലിയർ ആക്കുകയും ചെയ്യും എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും കുട്ടിക്ക് ഇപ്പോൾ സാരമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. കുട്ടി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്യും.